5000 വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ഇറാഖിലെ ഉർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു പ്രദേശത്ത് അദ്ദേഹം ജനിക്കുകയും ജീവിക്കുകയും ചെയ്തു. ചരിത്രം അന്ന് രേഖപ്പെടുത്തപ്പെട്ട് തുടങ്ങിയിട്ടില്ല. ആ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളെയൊക്കെ പിന്നീട് ഉത്ഖനനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെയാണ് മനുഷ്യൻ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയതും എഴുതി വച്ചതും. ചരിത്രം രേഖപ്പെടുത്തും മുമ്പേ ജീവിച്ചിട്ടും ചരിത്രത്തിന്റെ തെളിച്ചത്തിൽ അദ്ദേഹം നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും പ്രഗത്ഭമായ 3 സെമിറ്റിക് മതങ്ങൾ എന്ന് പൊതുവെ പറയാറുള്ളത് 1 ക്രൈസ്തവ സമൂഹത്തെ, 2 ജൂത സമൂഹത്തെ, 3 ഇസ്ലാമിക സമൂഹത്തെ. ഈ 3 സമൂഹങ്ങളും ഒരുപോലെ അദ്ദേഹത്തെ ആചാര്യനായും നേതാവായും ഒക്കെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഭൂമിശാസ്ത്രപരമായി ഉർ പട്ടണം എന്ന് പറയുന്നത് മലകളാൽ വലയം ചെയ്യപ്പെട്ട, കടന്നെത്താൻ പ്രയാസമുള്ള, ചരിത്രത്തിൽ ഒരു നിലക്കും അറിയപ്പെടേണ്ടതില്ലാത്ത ഒരു ഇടമാണ്. വ്യക്തികൾ പിന്നീട് അറിയപ്പെടുന്നത് അവരുടെ ഗോത്രമഹിമ കൊണ്ടും അവരുടെ മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ഒക്കെ സ്ഥാനപ്പേരുകൾ കൊണ്ടും അംഗീകാരങ്ങൾ കൊണ്ടും ഒക്കെയാണ്. ആ നിലക്കും അദ്ദേഹം അറിയപ്പെടാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ആസർ എന്നു പേരുള്ള ബിംബനിർമ്മാതാവിന്റെ മകനായി പ്രാചീന ഇറാഖിലെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ തൻ്റെ കുടിലിൽ ജീവിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ പിൽക്കാലത്ത് ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിയുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സമ്പൂർണമായി മനസ്സിലാക്കും വിധമുള്ള ഒരു ജീവിത സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹം ഏതെല്ലാം നിലക്ക് ആദരിക്കപ്പെട്ടു എന്നത് ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ അറിയേണ്ടതാണ്. അള്ളാഹുവിനോട് അടുപ്പുണ്ടാകണമെങ്കിൽ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളാവണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഗോത്രത്തിലോ കുടുംബത്തിലോ ഒക്കെ ആകണം, ഏതെങ്കിലുമൊക്കെ ഒരു പാരമ്പര്യത്തിന്റെ പേരിൽ ആണ് അങ്ങനെ ആക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ആദരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും ഒറ്റ അസ്ലുമയാണ്. ഒറ്റ അസ്ല് മാത്രമേ അതിനുള്ളൂ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അവൻ ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളത് റബ്ബിന് വിഷയമല്ല. അതെല്ലാം വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനും റബ്ബിന് പറ്റും. അവൻ ഏത് ഗോത്രത്തിൽ ജനിച്ചു എന്നതോ, ഏത് നാട്ടിൽ ജനിച്ചു എന്നതോ, ഏത് മാതാപിതാക്കളുടെ മകനായി ജനിച്ചു എന്നതോ, എന്തെല്ലാം സാമൂഹിക സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നു എന്നതോ, അവന്റെ നിറം എന്താണെന്നതോ, അവന്റെ ഭാഷ ഏതാണെന്നതോ, അവന്റെ വർഗം ഏതാണെന്നതോ ഒന്നും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഏത് വ്യക്തിക്കും തൊട്ടടുത്ത നിമിഷം 12:50 കഴിഞ്ഞ് 12:51 അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാകാൻ കഴിയും എന്ന വലിയൊരു സന്ദേശം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം യഥാർത്ഥത്തിൽ നൽകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് നടത്തിയ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. വമൻ യർഗബു, ആരാണ് വെറുത്ത് മാറ്റിവെക്കുന്നത്, ഒഴിവാക്കി വെക്കുന്നത്, അൻ മില്ലതി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം ഉയർത്തിവിട്ട ഒരു വലിയ സന്ദേശമുണ്ട്, ഒരു ജീവിത പദ്ധതിയുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ആരാണ്? ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വയം വിഡ്ഢിയാകുന്നവൻ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. സ്വയം വിഡ്ഢിയാകുന്നവൻ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. മാനവ സമൂഹത്തിന് മുഴുവൻ, പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ ജനിച്ച് ജീവിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒറ്റ സന്ദേശമായി അന്തിമ വേദത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ ഈ ഒരു സന്ദേശം കൈമാറുകയാണ്. അപ്പൊ നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, അദ്ദേഹം മുന്നോട്ട് വെച്ച മാർഗദർശനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രമിക്കാത്ത ആള് വിഡ്ഢിയാണ്.
വിഡ്ഢി എന്ന് പറയുന്നത് അവനാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ ഈ ആയത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ടിൽ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, ഭൂമിയിൽ അദ്ദേഹത്തെ നാം തെരഞ്ഞെടുക്കുകയുണ്ടായി. ഭൂമിയിൽ അദ്ദേഹത്തെ നാം തെരഞ്ഞെടുക്കുകയുണ്ടായി. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഫിൽ ആഖിറതി മിനസ് സാലിഹീൻ, ഭൂമിയിൽ വലിയ നിലക്ക് അംഗീകരിക്കപ്പെട്ട പലരും പരലോകത്ത് ശൂന്യന്മാരായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണോ? ഒരിക്കലല്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠന്മാരിൽ ഉൾപ്പെടും എന്നാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാനുള്ളത്, കേവലം ബിംബനിർമ്മാതാവിന്റെ വീട്ടിൽ ആ ബിംബനിർമ്മിതികൾക്കിടയിലൂടെ കളിച്ചു നടന്ന ഒരു ചെറിയ ബാലൻ, ഒരു ചെറിയ കുട്ടി, മനുഷ്യ ചരിത്രം രേഖപ്പെടുത്തപ്പെടും മുമ്പുള്ള കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ചിട്ട് പോലും ചരിത്രത്തിന്റെ കൃത്യമായ തെളിച്ചത്തിൽ മനുഷ്യരുടെ അധരങ്ങളിൽ, മനുഷ്യരുടെ മനസ്സിൽ, മനുഷ്യരുടെ കാതിൽ അദ്ദേഹം നിരന്തരം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ സുഹൃത്തുക്കളെ ഒരു ദിവസം എത്ര സമയം അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്? അദ്ദേഹത്തെ ഒന്നുകൂടെ ഉച്ചരിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ് അല്ലെ. നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് ചൊല്ലിയിട്ട് അതിൻ്റെയൊക്കെ കൂടെ കമാ ബാറക്ത അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നീ അനുഗ്രഹിച്ചതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കോടികൾ ഓർക്കുകയാണ്. ആ പേര് ഉച്ചരിക്കാത്ത ഒരു മണിക്കൂർ പോലും ഭൂമിയിൽ ഉണ്ടാവൂല. കാരണം എന്താ? ഭൂമി അതിൻ്റെ ഒരു സംക്രമണം ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയം ലോകത്തെ ഓരോ മനുഷ്യാധിവാസ പ്രദേശങ്ങളിൽ ഇങ്ങനെ മാറി വരുമ്പോൾ ഓരോ മണിക്കൂറുകളിലും അദ്ദേഹത്തിന്റെ പേരിങ്ങനെ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരാണിത്? വെറും ഒരു വിഗ്രഹ നിർമ്മാതാവിന്റെ മകനായി ജനിച്ചൊരു വ്യക്തി ചരിത്രത്തിൽ ഇത്രയും ഉയരങ്ങളിൽ എത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം നിലക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് നമുക്ക് പരിശോധിക്കണം. തഫ്സീറുകളിലെ പ്രബലമായ വിശദീകരണ പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 16-17 വയസ്സിൽ അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് നിങ്ങളെ ഈ ജനതയുടെ വിമോചകനാക്കി തെരഞ്ഞെടുക്കുകയാണെന്ന് ആ പ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നന്നാകാനും ശരിയാകാനും ഒന്ന് ഒതുങ്ങാനൊക്കെ ഉള്ള പ്രായം ഒരു 50 കഴിഞ്ഞിട്ടാണ് എന്നെവിടെയോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു. പൊതുവെ നിങ്ങളെ ഹാജിമാരെടുത്തോക്ക്, ഏകദേശം ഹാജിമാരുടെ ലിസ്റ്റൊക്കെ കാണാനും നോക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു സീസണിൽ പറ്റും. കാരണം ഹജ്ജ് ക്യാമ്പുകൾ നടത്തലുണ്ട്. നമ്മൾ ഹജ്ജ് ക്യാമ്പുകൾ നടത്തിയത് യൂട്യൂബിൽ എൻ്റെ നല്ല വീഡിയോസ് ഉണ്ട്. 30-35 ഒക്കെ തവണ ഹാജിമാരി കൊണ്ട് ഹജ്ജിന് പോയ വ്യക്തികൾ, ഒരു ഓഹരി പോലും പറ്റാതെ ഹജ്ജിന് പോയ വ്യക്തികൾ, അവരെങ്ങനെയാണ് ഹജ്ജ് നടത്തേണ്ടതെന്ന് കൃത്യമായി അതിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്തതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോ അങ്ങനെയുള്ള പിന്നെ ഹജ്ജിന്റെ ഓർമ്മകൾ, അനുബന്ധങ്ങൾ അത് മുന്നിൽ വെച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ഇബ്രാഹിം അലൈഹിസ്സലാം എങ്ങനെയാണ് ചരിത്രത്തിൽ ഓർക്കപ്പെട്ടത്. ആ ഓർക്കപ്പെടുന്ന ഹജ്ജ് കർമ്മത്തിലേക്ക് പലപ്പോഴും പോകുന്നവരിൽ മഹാഭൂരിപക്ഷവും വാർദ്ധക്യത്തിലേക്ക് എത്തിയവരാണ്. ഒരു 40-45 കഴിഞ്ഞിട്ട് ജസ്റ്റ് പോവുക. എന്റെ കാര്യം എന്താ? ഒന്ന് ശരിയാകേണ്ടത് അപ്പോഴാണെന്നാണ് പൊതുവെ ഒരു ധാരണ. എന്നാ നിങ്ങൾ നോക്ക്, ഒരു ഏകഛത്രാധിപതിയായ ഭരണാധികാരി ഭരണം നടത്തുന്ന നാട്ടിൽ പ്രവാചകത്വം നൽകപ്പെട്ട പ്രവാചകന് അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 16-17 ഒക്കെ ആയിരുന്നു, 20ന്റെ ഉള്ളിലായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലെ ചില കൃത്യമായ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. അപ്പൊ വെറും ഒരു വിഗ്രഹ നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പ്രവാചകനായിട്ടാണ്. പ്രവാചകത്വം നൽകി എന്നതാണ്. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ജനങ്ങൾക്കുള്ള പ്രവാചകനാക്കിയിരിക്കുന്നു, പ്രവാചകനാക്കി നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു. അതിന്റെ ശേഷം അദ്ദേഹത്തെ റസൂലാക്കി. നബി എന്നതിന്റെ അടുത്തൊരു തലമാണ് റസൂൽ എന്ന് പറയുന്നത്. എന്താ നബി റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വ്യത്യാസങ്ങൾ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് ഈ നബി റസൂല് 2 വാക്കുകൾ മാത്രമാണ്. എന്നാൽ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. റസൂൽ എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഗ്രന്ഥവും ശരീഅത്തും നൽകപ്പെട്ട വ്യക്തിയായിരിക്കും. നബി എന്ന് പറയുന്നതോ മുൻപൊരു നബി കഴിഞ്ഞു പോയിട്ടുണ്ടാകും,
അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം അവതരിച്ചിട്ടുണ്ടാകും, അദ്ദേഹത്തിന് ഒരു ശരീഅത്ത് അവതരിച്ചിട്ടുണ്ടാകും. അത് അതേപോലെ തുടർത്തലാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. മൂസ അലൈഹിസ്സലാം നബിയും റസൂലുമാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാമോ അദ്ദേഹം നബി മാത്രമാണ്. മൂസ അലൈഹി സ്വലാമൊക്കെ സ്വതന്ത്രമായ ഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായ ശരീഅത്ത് കൊടുത്തിട്ടുണ്ട്. ആ ശരീഅത്തിൽ അദ്ദേഹത്തെ സഹായിക്കേണ്ട ഡ്യൂട്ടി മാത്രമാണ് ഹാറൂൻ നബി അലൈഹി സ്വലാമൊക്കെ ഉള്ളത്. അതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹത്തെ ആദ്യം നബിയാക്കി, പിന്നെ അദ്ദേഹത്തെ റസൂലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് കൃത്യമായ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുന്ന ചില ആയത്തുകളിൽ തന്നെ കാണാൻ പറ്റും. സുഹ്ഫ് ഇബ്രാഹിമ വ മൂസ, മൂസ അലൈഹി ഇസ്ലാമക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്കും സുഹ്ഫ് കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സുഹ്ഫിന് പ്രത്യേകം പേര് നമുക്ക് എവിടെയും കാണാൻ കഴിയൂല എന്ന് മാത്രം. ഇനി മൂന്നാമത്തത് നബിയാക്കി, പ്രവാചകനാക്കി. മൂന്നാമത്തെ ഉലുൽ അസ്മുകളിൽ പെട്ടു. ഉലുൽ അസ്മുകൾ ഏകഛത്രാധിപതികളായ ഭരണാധികാരികളും ഏറ്റവും ശക്തമായ പ്രതിരോധങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതിനെ അതിശക്തം, ഗംഭീരം, ഉജ്ജ്വലം അതിജീവിച്ച് ചരിത്രത്തിൽ കടന്നുകയറിയ മഹാപ്രവാചകന്മാരുണ്ട്. 5-6 ആളുകളുണ്ട്. നമ്മുടെ പ്രവാചകൻ അതിൽപ്പെട്ടതാണ്, മൂസ അലൈഹി ഇസ്ലാം അതിൽപ്പെട്ടതാണ്, ഈസാ അലൈഹി ഇസ്ലാം അതിൽപ്പെട്ടതാണ്. ആ ഗണത്തിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. ഉലുൽ അസ്മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നത് അദ്ദേഹത്തിന് ആ നിലക്ക് റബ്ബ് കൊടുത്ത മറ്റൊരു അംഗീകാരമാണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് ഈ ഉത്തരവാദിത്വങ്ങൾ കൊടുത്തതിന്റെ ശേഷം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ് 5ാമത്തെ കാര്യം. അതെന്താണ്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രികീൻ. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ജനതയുടെ ഡ്യൂട്ടി ഒറ്റക്കെടുത്ത ആളാണ്. ഒരു ജനസഞ്ചയം മുഴുവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒറ്റക്ക് ചെയ്ത വ്യക്തിയാണ്. അത്രയും വലിയ റോൾ അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6ാമത്തെ കാര്യം എന്താ അറിയോ? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം അലൈഹി സ്വലാമെ അള്ളാഹു കൂട്ടുകാരനാക്കി. 2 ആളെ അള്ളാഹു കൂട്ടുകാരനാക്കിയത്. 1 ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ, 2 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. പ്രവാചകൻ അത് എപ്പോഴാ പറയുന്നത്? അബൂബക്കറിനെ എനിക്ക് എൻ്റെ ഖലീലാണെന്ന് പറയല ഇഷ്ടം, പക്ഷെ അള്ളാഹ് എന്നെ ഖലീലാക്കിയതുകൊണ്ട് അള്ളാഹ് അല്ലാതെ വേറൊരു ഖലീൽ എനിക്കില്ല. അതുകൊണ്ട് ഖലീലിന്റെ തൊട്ട് താഴെ ഉള്ളൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്നാണ്. അപ്പൊ അതാണ് ആ ഭാഷന്റെ, അറബി ഭാഷന്റെ ഒരു മനോഹാരിത അതാണ്. ശരിക്കും ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഫ്രണ്ട് എന്ന് പറയും. ഫ്രണ്ട് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ ക്ലോസ് ഫ്രണ്ട് എന്നോ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നോ പറയണം. പക്ഷെ അറബി ഭാഷ മനോഹരാണ്. അതിലെ ഹബീബ്, സ്വദീഖ്, ഖലീല്, ഇങ്ങനെ കുറേ പദങ്ങൾ കാണാം നമുക്ക്. സ്വാഹിബ്, ഇതൊക്കെ കൂട്ടുകെട്ടിന്റെ ഡെപ്തിനെ, ആഴത്തെ സൂചിപ്പിക്കുന്ന വേറെ വേറെ വാക്കുകളാണ്. അതിമനോഹരാണ്. ശരിക്കും നമ്മളിങ്ങനെ ഇപ്പൊ നമ്മളെ കുട്ടികൾ ഏതെങ്കിലും ഫുട്ബോളറുടെയോ ക്രിക്കറ്ററുടെയോ ഒക്കെ ഫാനാകണത് പോലെ അറബി ഭാഷ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അഭിമാനിക്കാൻ പറ്റും. ഇത് ശരിക്ക് ഖുർആൻ ഇറങ്ങേണ്ട ഭാഷയാണ്. ഒരു മിനിറ്റ് ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച ആ കാര്യത്തെ പറ്റി പറയാം. അപ്പൊ നോക്കൂ നിങ്ങൾ, തേനീച്ചകളോട് വത്തഖദി മിനൽ ജിബാലി ബുയൂത്ത, തേനീച്ചകളോട് നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മലകളിൽ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ശരിക്ക് വത്തഖദി എന്നാണ്, വത്തഖദ് എന്നല്ല. വത്തഖദ് എന്ന് പറഞ്ഞ എന്താ? ആണിനോടുള്ള കൽപ്പനയാണ്. ഓ ആൺ തേനീച്ചകളെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ്. വത്തഖദി എന്ന് തന്നെ പറഞ്ഞു. കാരണം എന്താ? റബ്ബിനറിയാ ഈ ഇതിന്റെ വീട് നിർമ്മാണവും ബാക്കി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പെൺതേനീച്ചകളാണ്. അപ്പൊ അത്രയും സൂക്ഷ്മമായി. അതാ ഞാൻ പറഞ്ഞത്, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് തന്റെ ഇടത്തോട് ആരെ മുന്നിലും പറയാവുന്ന അത്ര സുഭദ്രവും സുശക്തവും പ്രാമാണികവും കാലാധിവർത്തിയുമായ ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ. പക്ഷേ ആ ഗ്രന്ഥത്തെ നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെക്കാത്തത് കൊണ്ടും അതിനെ ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടും നമസ്കാരത്തിലോതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും അറിയാത്തത് കൊണ്ടും ഒരഭിമാനം നമുക്ക് ഉണ്ടാവില്ല. നോക്ക് നിങ്ങൾ, 10-30 വർഷം ഇസ്ലാം വിമർശനവുമായി മാത്രം ജീവിച്ചിട്ട് അതിനു വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആ സംഘടന രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിച്ചിട്ട് ആ സംഘടനയിലൂടെ MP സ്ഥാനത്തെത്തിയിട്ട് ഡച്ച് പാർലമെന്റിലെ ഒരു പാർലമെന്റേറിയൻ ഒരു ദിവസം ഇറ്റ് വാസ് സിംപ്ലി റോങ്, അതെനിക്ക് പറ്റിയൊരു ചെറിയ തെറ്റായിരുന്നു ഇസ്ലാം വിമർശനം, ഞാനിനി ഇസ്ലാമിന്റെ സംരക്ഷകനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാ? അദ്ദേഹം നടത്തുന്ന വിമർശനങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന്, ഒരു കോർഡിനേഷനും ഇല്ലാത്ത വിവിധ ദിക്കുകളിൽ നിന്ന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ കിട്ടിയ ഏകശിലാരൂപവും ഏറ്റവും ശരിയായ ആ മറുപടിയും കണ്ടപ്പോ
അദ്ദേഹത്തിന്റെ പേന അശക്തമാണെന്നും എന്റെ ബുദ്ധിയിൽ വിരിയുന്ന ആശയങ്ങൾ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പരസ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് അത്രയും ഉന്നതമായ ഇസ്ലാം, ആ ഉന്നതമായ ഇസ്ലാമിന്റെ മഹത്തായ വേദഗ്രന്ഥം അത് പഠിക്കാൻ നമുക്ക് പറ്റണം. ആ വേദഗ്രന്ഥം ഏറ്റവും മഹത്തായ മെസ്സേജായി ഉയർത്തിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ റബ്ബ് തെരഞ്ഞെടുത്ത രീതികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ? 1 നബിയാക്കി, 2 റസൂലാക്കി, 3 ഉലുൽ അസ്മകളിൽ പെടുത്തി, 4 ഒരു ജനതയുടെ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചു എന്ന് പറഞ്ഞു, 5 അദ്ദേഹത്തെ അള്ളാഹുവിന്റെ കൂട്ടുകാരനാക്കി. ഇനി 6-മത്തത് എന്താ അറിയോ? മറ്റൊരു നബിക്കും ചെയ്തു കൊടുക്കാത്ത ഒരു കാര്യം അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സ്സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖ്നിൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് സൃഷ്ടി രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, പഠിച്ചോനെ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക? അപ്പൊ ചോദിച്ചു, ഇബ്രാഹിം നിനക്ക് എന്നെ വിശ്വാസല്ലേ? മരിച്ചവർ ജീവിക്കുന്നു ഞാൻ പറഞ്ഞാ പോരെ, പിന്നെ എന്തിനത് ചോദിക്കണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പഠിച്ചോനെ എന്റെ മനസ്സിനൊരു ഉറപ്പ് കിട്ടാനാണ്. കാരണം പിന്നീട് തീക്കുണ്ടാരത്തിൽ വരെ അദ്ദേഹത്തെ എറിഞ്ഞു അല്ലേ? നമുക്കെതിരെ എന്തോ ഒരു FIR ഇടുന്നു വന്ന നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ചെറിയൊരു കേസ് വരുമെന്ന് പറഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? പറയണോടത്തു നിന്നൊക്കെ പതുക്കെ പിന്നിക്ക് വലിയും. അത്യാവശ്യം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ED-യുടെ വണ്ടി വരാനുള്ള വകുപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മാഫിക്കല, പിന്നെ മുണ്ടൂല. പിന്നെ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ആക്കി മാറ്റിയാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രത്യേകത പ്രതികരണ ശേഷിയാണ്. അടുത്ത ചില ഖുത്ബകളിൽ നമുക്ക് അത് പറയാൻ പറ്റും. ഇനി 7-മത്തെ കാര്യം എന്താ അറിയോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് വഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാം ചെയ്തു. അദ്ദേഹം ഒന്നും തന്നെ ചെയ്യാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച മുഴുവൻ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ചെയ്തു. ഒന്നും അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം. അങ്ങനെ 8-മത്തെ കാര്യം എന്താ അറിയോ? ലോകത്തിന് മുഴുവൻ അദ്ദേഹത്തെ മാതൃകയാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ആ മാതൃക സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 2 നിമിഷങ്ങൾ, ഇത് മുഴുവൻ ഈ 8-9 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വെച്ചതിന് ശേഷം ഇനി ഞാൻ പറയുമ്പോൾ 2 പോയിന്റുകൾ ഞാനൊന്ന് മനസ്സിൽ എടുക്കണം. അപ്പോഴാണ് ഇന്നത്തെ ഖുത്ബയുടെ ഗുണമൊക്കെ കിട്ടുക. എന്താ അറിയും? 1, വലിയ ദൗത്യങ്ങൾ ചെയ്ത്, ഒരു ജനതയുടെ മുഴുവൻ ഉത്തരവാദിത്വം ചെയ്ത്, ഒരു സമൂഹത്തിന്റെ മുഴുവൻ റോള് ചെയ്ത്, അങ്ങനെയൊക്കെ ജീവിച്ച ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒറ്റയ്ക്കിരിക്കുമ്പോ പടച്ചവനോട് പറഞ്ഞൊരു വാചകമാണ് ഞാൻ എന്റെ ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ചത്. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. പടച്ചവനോട് പറയാണ്, അള്ളാഹ് നബിയാക്കി, അള്ളാഹ് റസൂലാക്കി, അള്ളാഹ് ഉലുൽ അസ്മിൽ പെടുത്തി, അള്ളാഹ് ഒരു ജനതയുടെ ഉത്തരവാദിത്തം മുഴുവൻ നിർവഹിച്ചെന്ന് പറഞ്ഞു, അള്ളാഹു കൂട്ടുകാരനാക്കി, അള്ളാഹു സൃഷ്ടി രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞെടുത്തു, സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ മുഴുവൻ കാണിച്ചെടുത്തു, അള്ളാഹു അദ്ദേഹത്തെ ലോകത്തിന്റെ മുഴുവൻ മാതൃകയാക്കി, ഒക്കെയാക്കി. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം എന്താ പറഞ്ഞത്? വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന പരലോകത്ത് റബ്ബേ നീ എന്നെ വഷളാക്കല്ല നാഥ. ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന പരലോകത്ത് നീ എന്നെ വഷളാക്കല്ല നാഥ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അവിടെ മക്കളോ അവിടെ സമ്പാദ്യമോ ഒന്നും ഉപകരിക്കുകയില്ല. ബാക്കി എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, ഇന്ന ഹോസ്പിറ്റലിൽ പോകാം, അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കാം, അങ്ങനെയാക്കാം, ആ പൈസ അവിടെ കൊടുക്കുക, അത് അവിടെ കൈക്കൂലി കൊടുക്കുക, അത് ഇങ്ങോട്ട് വാങ്ങാം, ഇനി അതൊക്കെ തീർന്നാലും മറ്റേ സ്വത്ത് വിൽക്കാം, അല്ലെ മറ്റവൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള പൈസ വാങ്ങാം. ഭയങ്കര പ്ലാനിങ് ആണ് ശരിക്കും പൈസമ്മേ. ക്യാഷമ്മ എന്തൊക്കെ പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നോട്ടിൻ കെട്ടുമ്പോ സുഹൃത്തുക്കളെ എന്തൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പരലോകത്ത് നടക്കൂല. കരുത്തരായ മക്കളുണ്ടെങ്കിൽ പലതിലും പരിഹാരമാണ്. പക്ഷെ പരലോകത്ത് നടക്കുകയില്ല. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സങ്കടമായിരുന്നു. നമുക്ക് ആ സങ്കടം എത്രത്തോളം ഉണ്ട്? എനിക്ക് ആ സങ്കടം എത്രത്തോളം ഉണ്ട്? നമുക്ക് ഓരോരുത്തർക്കും ആ സങ്കടം എത്രത്തോളം ഉണ്ട്? നമ്മൾ എത്രത്തോളം ആകുലപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ട്? അന്ത്യദിനം സംഭവിക്കുന്നതാണ്. അന്ത്യദിനം സംഭവിക്കുന്ന ഡ്യൂറേഷൻ പഠിപ്പിക്കുകയാണ്. ഒരു ട്രെയിന് 2 ട്രെയിനുകൾ കൂട്ടി ഇടിച്ചത് ഇപ്പോഴും നമ്മുടെ മീഡിയകളിൽ ഒന്നും പോയിട്ടില്ല. അതിന്റെ അപ്ഡേഷനുകളാണ്. ഏത് ചാനലിന്റെ യൂട്യൂബ് ചാനൽ എടുത്താലും അതാണ് ക്യാപ്ഷൻ അല്ലേ?
2 ട്രെയിന് കൂട്ടിയിടിച്ചപ്പോ ഉണ്ടായ സംഭവം, അല്ലെ 3 ട്രെയിന് കൂട്ടിയിടിച്ചപ്പോ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കൂട്ടിയിടിച്ച് സൂര്യൻ കെട്ടുപോകുന്ന ഒരു ദിവസത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. അത് മുഴുവൻ സംഭവിക്കാൻ എത്ര സമയം വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ 2 പ്രയോഗമുണ്ട്, ശരിക്കും കേട്ടോളി. ഒന്ന്, അകിടിലേക്ക് ഇങ്ങനെ വിരൽ കൊണ്ടുപോകും ഒരാള്, മൃഗത്തിന്റെ അകിടിലേക്ക് പാല് കറക്കാൻ. ഈ അകിടിന്റെയും ഈ വിരലിന്റെയും ഇടയിൽ ഇത് മുഴുവൻ സംഭവിക്കുന്നതാണ്. അത്ര പൊടുന്നനെ സംഭവിക്കുന്നതാണ്. വെള്ളം ഇങ്ങനെ ചുണ്ടിലേക്ക് എടുക്കും, ആ ചുണ്ടിലേക്കെടുത്ത ഗ്ലാസിന്റെയും ചുണ്ടിന്റെ ഇടയിൽ ഈ ഭൂമിയും ഇതിന്റെ സിസ്റ്റങ്ങളും മുഴുവൻ തകർന്നില്ലാതാകുന്നതാണ്. നിമിഷങ്ങൾ കൊണ്ട് തകർന്നില്ലാതാകുന്ന ഈ സംവിധാനം, അല്ലെ, ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള പരലോകം, അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ആകുലരാണ് എന്നത് ഈ ഒരു ദിവസം, ഈ ഒരു സമയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം ഓർത്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു കണ്ണീരാണ്. വല്ലാത്തൊരു കരച്ചിലുണ്ട് പരലോകത്തുനിന്ന്. അത് നടന്നിട്ടില്ല, നടക്കാൻ പോണത് പറഞ്ഞതാണ്. എന്താ? വാപ്പാനെ കണ്ടുമുട്ടാണ് അദ്ദേഹം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ഉപ്പാനെ കണ്ടുമുട്ടാണ്. ഉപ്പാനെ കണ്ടുമുട്ടുമ്പോ പഴയ ആ ഉപ്പാന്റെ കോലം തന്നെ മാറി. വീട്ടിൽ നിന്ന് പുറത്താക്കി, കല്ലെറിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ആളുകളും അദ്ദേഹത്തെ കത്തിക്കാൻ വേണ്ടി തീക്കുണ്ടാരം രാജാവ് ഒരുക്കിയപ്പോ അതിലേക്ക് വിറകും കെട്ട് കൊണ്ടുവന്നു. ചുമലിൽ വിറകുമായി വന്നവരുടെ കൂട്ടത്തിൽ ഈ വാപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അതിലേക്ക് തള്ളിയിടുകയാണ്, അല്ലെ. ഇപ്പൊ തീർന്നു എന്ന് വിചാരിക്കുമ്പോ പടച്ചോൻ പറഞ്ഞു, തീയിനോട് പറഞ്ഞു, എന്താ, തീയെ നീ ഇബ്രാഹിമിന് തണുപ്പൊരുക്കൂ. തീയിന്റെ പ്രകൃതത്തെ പടച്ചോൻ എടുത്തൊഴിവാക്കി. കത്തി തീർന്നപ്പോ അദ്ദേഹം അതിൽ നിന്ന് എണീറ്റ് പോന്നു. ഇതൊക്കെ കണ്ടിട്ട് പോലും മറുകക്ഷിയുടെ കൂടെ ചേർന്ന് നിന്ന വാപ്പ പരലോകത്ത് വരുമ്പോ, പരലോകത്തെ സംഭവവികാസങ്ങളൊക്കെ കാണുമ്പോ മോനെ തേടി പിടിച്ചിട്ട് പറയണം, മോനെ ഉപ്പാക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയണം. ഉപ്പാക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മളാണെങ്കിൽ എന്താ പറയാ, പോയിക്കോളും കാക്ക അവിടുന്ന് പറയും, അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? സ്വന്തം വാപ്പാന്റെ കാര്യത്തിൽ റബ്ബിനോട് കൈ ഉയർത്തുകയാണ്. പഠിച്ചോനെ, എന്റെ വാപ്പ, നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, ജനങ്ങളുടെ മുന്നിൽ എന്നെ വഷളാക്കൂലെന്ന്. എന്റെ വാപ്പ നരകത്ത് പോണത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. പഠിച്ചോൻ എന്താ ചെയ്ത്? എത്ര എണ്ണി നമ്മൾ വരലുമ്പോ 9 യോഗ്യത എണ്ണി. ഈ 9 യോഗ്യതയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പഠിച്ചോൻ പറയണ എന്താ അറിയോ? ഇബ്രാഹിം, നിനക്ക് അവകാശമില്ലാത്തത് ചോദിക്കല്ലേ, നിനക്ക് അവകാശമില്ലാത്തത് ചോദിക്കല്ലേ. നിന്റെ ഉപ്പാനെ ഒന്ന് നോക്കൂ. അപ്പൊ ഉപ്പൊരു നികൃഷ്ട ജീവിയായി മാറിയിരിക്കുന്നു. എന്നിട്ട് നരകത്തിലേക്ക് ഇങ്ങനെ ഉരുണ്ടുമറിഞ്ഞു പോവാണ്. ഇതിലൂടെ എന്താ കിട്ടിയ മെസ്സേജ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, പടച്ചോനെ മാത്രം വിളിക്കണം, അവന് മാത്രം സമർപ്പിക്കണം. എന്തൊക്കെ പരീക്ഷണം എങ്ങനെയൊക്കെ വന്നാലും അവിടുന്ന് ചെയ്തതാണ്, ഇവിടുന്ന് ചെയ്തതാണ്, അങ്ങനെ ചെയ്തതാണ്, എന്താണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് റബ്ബ് പറയിപ്പിച്ചില്ലേ? എന്താ പറയിപ്പിച്ചത്? ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കുള്ളൂ. അവിടേക്ക് എത്തണമെന്ന വലിയൊരു സന്ദേശമാണ്. ആരൊക്കെ ശുപാർശ പറഞ്ഞാലും ശിർക്ക് ചെയ്തൊരു വ്യക്തിക്ക് ഒരു ശുപാർശയും ഉപകാരപ്പെടുകയില്ല. നമ്മളെ നാട്ടിലെ എവിടെയോ പഠിപ്പിക്കപ്പെട്ടത് പ്രകാരം ഏതെങ്കിലുമൊക്കെ ഒരു ശൈഖിന്റെ ഒരാളായി കഴിഞ്ഞാൽ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കണ മലക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ്. മുത്തറസൂലുള്ളാഹിക്ക് ആ ഉറപ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഫാത്തിമ ഖിത്അതു കബദി, ഫാത്തിമ എന്റെ പൊന്നാര മോളാണ്, എന്റെ ഉപ്പാന്റെ കുട്ടി. പക്ഷേ സലീനി മാ ശിഅ്തി മിൻ മാലി, സമ്പാദ്യത്തിൽ നിന്ന് വേണ്ടത് ഉപ്പാന്റെ കുട്ടി ചോദിച്ചു. പരലോകത്തെ കാര്യം മാത്രം ചോദിക്കരുത്, പരലോകത്തെ കാര്യം മാത്രം ചോദിക്കരുത് എന്ന് പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം നമുക്ക് ഇതിൽ പാഠമാകണം. ആ നിലക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറുത്തത് ഒരിക്കലും ഒരു മൂരിക്കുട്ടിയെയോ ആടിനെയോ ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹം അറുത്തത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകനെയായിരുന്നു. മകനെ അറുത്തപ്പോൾ അള്ളാഹു അതിൽ തൃപ്തനായപ്പോൾ, അള്ളാഹു അതിൽ പൂർണ്ണമായും സംതൃപ്തനായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് നീ നിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വാഗ്ദാനം പൂർത്തീകരിച്ചത് കൊണ്ട്, എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചത് കൊണ്ട് ഈ ആടിനെ അറുത്ത് ആ ഒരു വാക്ക് പാലിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ വാക്ക് പാലിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ മനസ്സ് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകണം. മുസ്ലിം ജനസഞ്ചയത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്.
ഒരു തവണ പോലും ഉലഹിയത്ത് അറക്കാത്തവർ. ഉലഹിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇമാം അബൂ ഹനീഫന്റെ മദ്ഹബ് അനുസരിച്ചത് ഫർളാണ്. അവസ്ഥ എത്തിയ വ്യക്തിക്ക് ഫർളാണ്. പൊതുവെ ഏറ്റവും മുഅക്കദായ ഒരു കർമ്മമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, മൻ വജദ സഅതൻ ലിമൻ ലിഅൻ യുളഹിയ ഫലം യുളഹ ഫലാ യഹ്ളുർ മുസല്ലാന. എന്താണ് മൻ വജദ സഅതൻ? ഒരാൾക്ക് ഉളഹിയത്ത് അറക്കാനുള്ള കഴിവുണ്ട്. എന്തിന്? ലിഅൻ യുളഹിയ, ഉളഹിയത്ത് അറക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ട്. ഫലം യുളഹ, പക്ഷെ അവൻ ഉളഹിയത്ത് അറത്തില്ല എങ്കിൽ ഫലാ യഹ്ളുർ മുസല്ലാന, അവൻ അങ്ങനെ ഈദ്ഗാഹ്ക്ക് വരണ്ട, നിസ്കരിക്കാൻ വരണ്ട. അങ്ങനെ അവൻ നിസ്കരിക്കാൻ വരണ്ട, അവന് നിസ്കരിക്കാൻ യോഗ്യതയില്ല എന്നാണ്. അവന് നിസ്കരിക്കാൻ യോഗ്യതയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ബലിയാണിത്. കുറച്ചൊന്ന് റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആരെങ്കിലും ഉണ്ടോ? ലോകത്തെ 1-ാം നമ്പർ മുതലാളിക്കുണ്ടാവും ഒരുപാട് കടം. ലോകത്തെ ആദ്യത്തെ 10 സ്ഥാനത്ത് നിൽക്കുന്നവർക്കുണ്ടാവും എന്ത്? കടം. അതിന്റെ അർത്ഥം എന്താ? വലിയ ബാധ്യതകളും കടങ്ങളും ഒക്കെ ഉള്ള ആളുകളൊക്കെ കൂടെ ഭയങ്കര ഇടങ്ങാറായിട്ട് പിന്നെയും പുതിയ കടം വാങ്ങിയിട്ട് ഇത് ചെയ്യണമെന്നൊന്നുമല്ല. നമ്മൾ ഈ ഒരു മാസം ആകുമ്പോഴേക്ക് ഒരു വ്യക്തി എന്നുള്ളവർക്കൊരു സാമ്പത്തിക ക്രമീകരണം ആവശ്യമാണ്. ഭാര്യന്റെ പ്രസവം വരാതിരിക്കുകയാണ്, മോളെ കല്യാണം വരാതിരിക്കുകയാണ്, ഒരു ബിസിനസ്സിലേക്ക് പൈസ ഇറക്കാണ്ട് നമ്മളിങ്ങനെ ആ പൈസ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരൂലേ? അങ്ങനെ ഉണ്ടാക്കി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാക്കി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് എന്നും ഇങ്ങനെ അതിൻ്റെ ഒരു കാഴ്ചക്കാരനും വിതരണക്കാരനും മാത്രമായി നിൽക്കേണ്ട ആളല്ല നമ്മൾ കേട്ടോ. അങ്ങനെയല്ല നമ്മൾ. അത്യാവശ്യം ഇപ്പോ ഒരു സാമ്പത്തികമായിട്ടൊരു സ്ഥിരം വരുമാനം, ഒരു സംഖ്യ നല്ല രീതിയിൽ കിട്ടുന്ന ഒരാള്, ഇപ്പൊ ഞങ്ങളൊക്കെ പോലെ ഇപ്പൊ സർക്കാർ തലത്തിൽ വർക്ക് ചെയ്യണേ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യണേ ആളുകൾ, ഞാൻ കുറച്ച് എന്നെ പോലത്തെ കുറച്ച് ആളുകളോട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു ക്രമീകരണമൊക്കെ വരുത്തിയിട്ട് ഉളഹിയത്തൊക്കെ അറക്കണം. നമ്മൾ ഉളഹിയത്തൊക്കെ അറക്കണം. കാരണം മകൻ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെച്ച സ്ഥാനത്തേക്കാണ് ഇത് നിർദ്ദേശിക്കുന്നത്. അതാണ് വിഷയം കേട്ടോ, അതാണ് വിഷയം. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മളൊരു 9,000 രൂപയാണ് ഒരു ഓഹരിയായി നിശ്ചയിച്ചിട്ടുള്ളത്. 7 ഓഹരിയായിട്ട് തന്നെ നിർവഹിക്കണം എന്നൊരു നിർബന്ധമല്ല. ഒരാൾക്ക് ഒറ്റ എണ്ണത്തിന് അറക്കാൻ പറ്റുമെങ്കിൽ അറക്കാം. ഒരാടിന് ഒരാൾക്ക് അറക്കാൻ പറ്റുമെങ്കിൽ അറക്കാം. ഒറ്റ ആടിന് അറക്കാം. അതും ഉളഹിയത്ത് തന്നെയാണ്. നമ്മൾ എങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് എന്താ പറയാ 9,000 കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അയാൾക്ക് ഒരു 5,000 4,000 കൊടുത്തിട്ട് ഒരു ആടിനെ അറുത്തിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോട്ടെ, അതിനെന്താ കുഴപ്പമുള്ളത്? പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ളൊരു കാര്യം എന്താണ്? കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തും, കുറച്ചും കൂടി യോഗ്യരിലേക്ക് എത്തും, നമുക്ക് കുറച്ചും കൂടി അത് ഭംഗിയാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വലിയൊരു സംഗതി ഇതിലുണ്ട്. ഇനി ഇതിൽ തന്നെ മുസ്ലിം ഇപ്പൊ ഇവിടെ ഇരിക്കണേൽ ചിലപ്പോൾ 60% ആളുകളും ഇതൊരിക്കലും ചെയ്യാൻ കഴിയാത്തവരായിരിക്കും. പക്ഷെ അവിടെ നമുക്കുള്ള റോളുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയാത്ത പൈസ ഇടുക എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ പണികളിലൊക്കെ ആത്മാർത്ഥമായിട്ട് എനിക്ക് കൂടാൻ പറ്റും. കൂടണം. നമ്മള് പണിക്കൊക്കെ സ്ഥിരം പോണവരാണെങ്കിലും അന്നത്തെ പണി അത് നമ്മുടെ പുണ്യമായി സദഖയായി വിചാരിച്ച് ഒരു കഷ്ണം മുറിക്കാനാണെങ്കിൽ ഒരു കഷ്ണം മുറിക്കാൻ കൂടണം. ശരിക്കും എന്താ വേണ്ടേ? ആരാണോ ഉളഹിയത്തിന്റെ അറക്കണത് അവരെന്നെ അറുത്ത് അവരെന്നെ തോല് കഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യലാണ് ഏറ്റവും അഫ്ളലായ രൂപം. നമുക്ക് പല പരിമിതികളുള്ളതുകൊണ്ടാണ് നമ്മൾ കൂലിക്കാളെ വിളിക്കണേ. അപ്പൊ നമ്മളൊരു പുള്ളിത്തുണിയൊക്കെ എടുത്ത് വന്ന് കള്ളിത്തുണിയൊക്കെ മാറ്റി ശരീരത്തിൽ ബ്ലഡ് ആക്കി തന്നെയാണ് വേണ്ടത്. ഒരു കാര്യം കൂടി പറയാം, ഇത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കി വെക്കേണ്ട പരിപാടി ഒന്നും പല കാരണം കൊണ്ട് പറ്റൂല. ഒന്നും ഫോട്ടോ എന്നുള്ളത് ഇങ്ങനെ ആകെ എടുത്ത് നിരത്താനുള്ളൊരു സാധനമൊന്നുമല്ല. അതിലൊക്കെ അത് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് ജീവനുള്ളതിന്റെ ഫോട്ടോഗ്രാഫി ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പിന്നെ അതിൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ട്, സാഹചര്യങ്ങളിൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ട് ചെയ്തവരുണ്ട് കേട്ടോ. വിശദമായൊരു വിഷയമാണ്. ഒറ്റവാചകത്ത് പറയുമ്പോൾ ഞാൻ എന്തോ ഒരു കുടുസമായ സങ്കുചിതമായ ഒരു ആശയം പറയുന്നൊക്കെ ഒറ്റപ്പെട്ട ആളുകൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തോന്നിയൊന്നും ചോദിച്ചാൽ മതി, അപ്പൊ നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. അങ്ങനെ പറയുന്ന ഏതെങ്കിലും പോയിന്റിൽ അങ്ങനെ തോന്നിയാൽ അതൊന്നും ചോദിച്ചാൽ മതി, അപ്പൊ നമുക്ക് ക്ലിയർ ആക്കാം. ഞാൻ പറയണത് എന്തായാലും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. 2, ഇതിനെ ആരാധനാമൂർത്തിയായി കാണുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇതൊക്കെ കൂടെ വലിച്ചിട്ടിട്ട് അവരുടെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കത്തിക്കാനുള്ളത്. അത് വാട്ടർ ബെഡിൽ കിടക്കുന്ന ആളെയും ഹിന്ദുത്വ അജണ്ട പറഞ്ഞ് ജീവിപ്പിച്ച് കയ്യിൽ ആയുധം കൊടുക്കുന്ന അജണ്ട നടക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം രീതികൾ ഒരിക്കലും അത് അവർക്ക്
അവരൊരു അനാദരിക്കലായി തോന്നുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതികളിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത് എന്നുള്ളൊരു കാര്യം കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ ഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.